നമസ്കാരം, കുട്ടികൾക്കും സോൾസാറാണ്. നമ്മുടെ +2 പബ്ലിക് എക്സാം ഫിസിക്സ് ഇന്നലെ കഴിഞ്ഞു. കുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം വെച്ച് അവരുടെ പകുതിയിലേറെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ട പോലെയാണ് അവരുടെ പ്രതികരണങ്ങൾ. അതിന് ബലമേറുന്ന രീതിയിൽ കൂടെയുള്ള ഒരു ന്യൂസ് ആണ് നമ്മുടെ മനോരമ പേപ്പറിൽ ഇന്ന് ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്നും വന്നിട്ടുമുണ്ട്. പല ചോദ്യങ്ങളും കുട്ടികൾക്ക് ചെയ്യാൻ തുടങ്ങാൻ തോന്നുമെങ്കിലും പക്ഷെ അതിന് ഉത്തരം കിട്ടാൻ അത്ര ഈസി അല്ലെന്ന് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. നമ്മുടെ മോഡൽ എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ കുട്ടികൾക്ക് നല്ല സന്തോഷമൊക്കെ ആയിരുന്നു. പ്രത്യേകിച്ച് മാത്സ് ഒക്കെ വളരെ ഈസി ആയിരുന്നു. 2 ഫിസിക്സ് ആണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ അതും പ്രകാരമായിരിക്കും എന്ന് പ്രതീക്ഷിച്ചാണ് കുട്ടികളൊക്കെ പഠിച്ചു വന്നത്. പക്ഷെ അങ്ങനെയൊന്നും ആവാതെ നല്ല ടഫായിട്ടുണ്ടെന്നുള്ള രീതിയിൽ കൂടെയാണ് വന്നേക്കുന്നത്. അപ്പൊ ഇത് വെച്ചുകൊണ്ടെങ്കിൽ നമുക്ക് അടുത്ത എക്സാംസുകളെ കുറിച്ച് നെക്സ്റ്റ് നമുക്ക് വരാൻ പോകുന്നത് നാളെ ബയോളജിയാണ്. അത് കഴിഞ്ഞിട്ട് 10-ാം തീയതി കെമിസ്ട്രി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് മാത്സ് ഉണ്ട് 17-ാം തീയതി. അപ്പൊ നമുക്ക് ഈ 3 ദിവസങ്ങളിൽ വരാൻ പോകുന്ന എക്സാംസുകൾ നോക്കുമ്പോൾ 7, 10, 17 ഇവിടെ ബയോ ആണ്, ഇവിടെ കെമിസ്ട്രി ആണ്, നെക്സ്റ്റ് ഗ്രേറ്റ് മാത്സ് ആണ് അല്ലെ. ഈ 3 എക്സാംസുകളാണ് നമുക്കിനി വരുന്നത്. അപ്പൊ ഇവിടുത്തെ ഒരു ഗ്യാപ്പാണ് കുട്ടികളുടെ വലിയൊരു സന്തോഷമുണ്ട്. 6-7 ദിവസമുണ്ട്. പക്ഷെ ഈ 6 ദിവസം നിങ്ങൾ വിചാരിക്കരുത് ഭയങ്കരമായിട്ട് നന്നാക്കി എടുക്കാൻ പറ്റുമെന്ന്. കാരണം ഈ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസുകളെ ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. നിങ്ങൾ അതിനും പ്രകാരം പഠിച്ചിട്ടുണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇപ്പൊ ഒരു സാധാരണ രീതി കൂടെ ആണെങ്കിൽ എക്സാം ഇത്തിരി ടഫായി കഴിഞ്ഞാൽ അത് പ്രശ്നമാവും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ സമയത്തുള്ള ഈ ടൈം മാക്സിമം നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസുകൾ ടഫായിട്ടുള്ളതും ഇച്ചിരി ട്വിസ്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ പഠിക്കാൻ തയ്യാറായില്ലെങ്കിൽ പ്രയോജനമില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. ടൈം കൂടുതൽ കിട്ടിയത് കൊണ്ട് വലിയ പ്രയോജനം ചെയ്യാത്ത പോലെയുണ്ട്. അതുകൊണ്ട് നല്ലതായിട്ട് ഈ സമയത്ത് നിങ്ങൾ പഠിക്കണം. 2 ഇവിടെ ഇപ്പൊ ബയോളജിക്ക് ഇപ്പൊ 1 ദിവസമേ വരുന്നുള്ളൂ. കെമിസ്ട്രിക്ക് നമുക്കൊരു 3 ദിവസത്തോളം വരുന്നുണ്ട് അല്ലെ. 3 ദിവസം എന്ന് പറഞ്ഞാൽ 7, 8, 9 അത്രേ ഉള്ളൂ. 2 ദിവസം കറക്റ്റ് ആയിട്ടും പിന്നെ ഇടയ്ക്കേ ഉള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇനി വരാൻ പോകുന്ന എക്സാംസുകളെ നമുക്കങ്ങ് കണ്ണുടച്ച് ഈസിയാണ്, നമ്മുടെ മോഡലിന്റെ എക്സാമിന് നല്ല കുഴപ്പമില്ലായിരുന്നു എന്ന് വിചാരിച്ചു പോയാൽ നല്ല പണി കിട്ടും. ഒന്നാമത് ഈ വർഷം നമ്മുടെ +1 ഇംപ്രൂവ്മെന്റിന്റെ മാർക്ക് ആർക്കുമേ കൂടാനുള്ള സാധ്യത കുറവാണ്. കാരണം ടൈം ഇല്ലാതെ പഠിച്ചെഴുതാൻ പോകുന്ന എക്സാം ആണ് വരാൻ പോകുന്നത്. അപ്പൊ പിന്നെ ഉള്ളത് +2 ഒരു പ്രതീക്ഷയേ ഉള്ളൂ. അതിപ്പോ ഫിസിക്സിന്റെ എക്സാം കഴിഞ്ഞതോടുകൂടി ആ പ്രതീക്ഷയിലെ മീൻസ് ബുദ്ധിമുട്ടുള്ള രീതിയിൽ കൂടെ ഒക്കെയാണ് പല ചാനലും വന്ന് പറഞ്ഞിട്ടുണ്ട്. ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് വന്നേക്കുന്നത് എന്നുള്ളത്. അപ്പൊ എന്തായാലും ഒരു ബുദ്ധിമുട്ടുള്ള എക്സാം ആണ്. അപ്പൊ നമ്മൾ ഇനി അടുത്ത പണി നമ്മുടെ മനസ്സിലെന്തോ ലിബറൽ ആയിരിക്കും വാല്യുവേഷൻ. ഇതൊന്നുമേ നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഓക്കെ, നമ്മൾ ലിബറൽ ആയിരിക്കും, ക്വസ്റ്റൻ ടഫ് ആയതുകൊണ്ട് ലിബറൽ ആയിരിക്കും, അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു രീതിയല്ല ഇപ്പോഴത്തെ ഒരു അവസ്ഥ. പഴയ കാലത്തൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. ക്വസ്റ്റൻ ടഫ് ആണെങ്കിൽ ഉടനെ ലിബറൽ ആക്കും. പക്ഷെ ഇപ്പോഴത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആക്കണമെന്നൊക്കെയുള്ള ചിന്തിക്കുന്ന അവരാണ്. കാരണം നമ്മുടെ പെർസെന്റേജ് പരമാവധി അങ്ങ് കൂട്ടിപ്പോകാനുള്ള ഒരു രീതിയല്ല ഇപ്പോൾ. ഒരുവിധം ഒന്ന് കറക്റ്റ് ആക്കാനുള്ള ഒരു സമയമാണ് കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം എഴുതുന്നവർക്ക് മാത്രം മാർക്ക് കൊടുത്ത് എന്നുള്ള രീതിയാണ്. ഇപ്പൊ പാസ്സാവാൻ ഇപ്പൊ ഫിസിക്സ് എക്സാം വലിയ ബുദ്ധിമുട്ടില്ലെന്നാണ് പറഞ്ഞിരുന്നത് കേട്ടോ. പക്ഷെ നല്ല മാർക്ക് വാങ്ങാൻ നന്നായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. 5 മാർക്കിന്റെ ക്വസ്റ്റൻസുകളൊക്കെ ആണെങ്കിലും ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് തന്നെയാണ് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഉള്ളിൽ നിന്ന് കിട്ടേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇനിയുള്ള എക്സാംസുകൾക്ക് പഠിക്കേണ്ട രീതി നിങ്ങളുടെ ഇപ്പോൾ മനസ്സിലുള്ളതിനേക്കാളും ഒരു 1.5 മടങ്ങ് കൂടും. മീൻസ് 150% കൂട്ടി പഠിക്കണം എന്ന് ഞാനൊന്ന് ഓർമ്മിപ്പിക്കേണ്ടി വന്ന. അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഒന്നുമേ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഒന്നുമേ പറഞ്ഞിട്ട് കാര്യമില്ല. വീട്ടിലിരുന്ന് ഇതിനെക്കുറിച്ച് ചർച്ചകൾ അല്ലെങ്കിൽ കുറെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടൊന്നും പ്രയോജനമില്ല. ഉള്ള സമയത്തിനെ മാക്സിമം യൂസ് ചെയ്യുക. നിങ്ങൾ പഠിക്കേണ്ട എന്താണെന്നുള്ള നേരത്തെ തന്നെ ഉള്ള സമയം ഫുൾ യൂസ് ചെയ്യുക. അപ്പൊ നമുക്കിപ്പോ ഈ 10 തൊട്ട് 17 വരെ ഫസ്റ്റ് തൊട്ട് പഠിക്കണം, ഫസ്റ്റ് ഡേ തൊട്ട് പഠിക്കണം. അല്ലാതെ 7 ദിവസം ഉണ്ട്, ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് തുടങ്ങാം. ആ 2 ദിവസം കഴിയാൻ നിൽക്കില്ല, ഒട്ടനെ തന്നെ പഠിച്ചോണം. പ്രത്യേകിച്ച് മാത്സ് ഈ വർഷമൊക്കെ നല്ല ടഫാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് പഠിച്ചോണം എല്ലാവരും. ഓക്കെ, അപ്പൊ അതൊന്നും നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രം ഒന്നാണ്. അപ്പൊ എല്ലാവരും ഇനിയുള്ള സമയം മാക്സിമം പഠിക്കാൻ വേണ്ടി മാറ്റിവെക്കുക. മറ്റുള്ള കാര്യങ്ങളൊക്കെ മീൻസ് സോഷ്യൽ മീഡിയ പരമാവധി കുറയ്ക്കുക. ഓക്കെ, അപ്പൊ ഇനിയുള്ള എക്സാംസുകളൊക്കെ നല്ലതാവട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ബെസ്റ്റ് വിഷസ്, ഗുഡ് ബൈ.